ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ രാവിലെ എൻ്റെ ഒരു റുട്ടീനാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ആക്ച്വലി നല്ല റിലാക്സ് ആയിട്ടൊന്നുമല്ല, കുറച്ച് ധൃതി പിടിച്ചിട്ടായിരിക്കും വർക്കൊക്കെ. കാരണം ഞാൻ എണീക്കുന്നത് 5:45-നാണ്. 8:15 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ടൈം കൊണ്ട് വേണം എൻ്റെ പണിയൊക്കെ തീർക്കാൻ വേണ്ടി. അപ്പോൾ അത് കാരണം ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള പണികളായിരിക്കും 5:45 തൊട്ട് ഒരു 8:15 വരെ. മട്ടരിയാണ് ഞാനിവിടെ മേടിച്ചിരിക്കുന്നത്. അത് കുറച്ച് വേവ് കൂടുതലായ കാരണം തലേ ദിവസം തന്നെ അത് മിസ്റ്റർ കുക്കിൽ ഇറക്കി വെച്ചിട്ടുണ്ടാവും. രാവിലെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ വീണ്ടും ഇറക്കി വെക്കും. പിന്നെ എപ്പോഴും എൻ്റെ എനർജി ബൂസ്റ്റർ ചായയാണ് ഞാൻ ഫസ്റ്റ് വെക്കുക. അത് കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത പണി അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്പ് അടുത്തെടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. യൂഷ്വലായിട്ട് നാട്ടുചക്കര ഇട്ട് കുറച്ച് ബൂസ്റ്റ് ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇന്നത്തെ ദിവസം ഞാൻ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. ഉപ്പുമാവും കടലക്കറിയും കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഴം തലേദിവസം തന്നെ മേടിച്ച് വെച്ചു. നമുക്ക് വേണമെങ്കിൽ കടലക്കറി വേണ്ടെങ്കിൽ പഴം കൂട്ടി കഴിക്കുക എന്നുള്ള ഓപ്ഷനിൽ ഞാൻ പഴം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല കുക്കറിലിട്ട് വേവിക്കാനുള്ള ഒരു സ്റ്റെപ്പൊക്കെയാണ് കേട്ടോ. പ്രാവശ്യം ഉപ്പുമാവ് ഉണ്ടാക്കിയത് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് ഉതിരിയായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് ഭയങ്കര കുഴമ്പായിട്ട് ഉപ്പുമാവ് ഇരിക്കണതായിരിക്കും ഇഷ്ടം. എനിക്ക് നന്നായിട്ട് പൊടി പോലെ ഇരിക്കണം. നെയ്യൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ വന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ബ്രാൻഡായിരുന്നു ഉപ്പുമാവിൻ്റെ, അതായത് ഉപ്പുമാവിൻ്റെ റവയുടെ പാക്കറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. പക്ഷേ എനിക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് ഞാൻ എപ്പോഴും വാങ്ങാറ്. അനിൽ പിന്നെ മയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡൊക്കെയാണ് റവ വാങ്ങാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ബ്രാൻഡ് നോക്കാതെ എടുത്തു പോയി. അതാണ് പ്രശ്നമായത്. അടുത്ത പ്രാവശ്യം എന്തായാലും ഇനിയും കുറച്ചും കൂടി ഉണ്ട്, റവ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അനിൽ തന്നെ മേടിക്കണം. റവ എപ്പോഴും നമ്മൾ ഒരേ ഒരു ബ്രാൻഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. നാട്ടിൽ ബെൻസി റവ എന്ന് പറഞ്ഞിട്ടൊരു റവയുണ്ട്. നല്ല ക്രിസ്പി അല്ല, കുറച്ച് ഉതിരിയായിട്ട് കിടക്കും. അത് നീ നാട്ടിലേ കിട്ടുള്ളൂ. ആ ബ്രാൻഡ് നാട്ടിലേ കിട്ടുള്ളൂ, ഇവിടെ കിട്ടില്ല. ഇവിടെ മയിൽ, അനിൽ പിന്നെ അങ്ങനത്തെ കുറച്ച് ബ്രാൻഡ്സ് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഡബിൾ ഹോഴ്സിൻ്റെ ഒക്കെ കിട്ടും. അത് ഇനി അടുത്ത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഈ ഒരു പാക്കറ്റ് ഞാൻ മേടിക്കില്ല, എനിക്കിഷ്ടപ്പെട്ടേ ഇല്ല. ഉപ്പുമാവ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും അലുമിനിയം പാത്രത്തിലാണ് ഉണ്ടാക്കുക. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നാറില്ല. കാരണം നമുക്ക് പൊടിയായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ശരിക്കും അലുമിനിയം പാത്രത്തിലോ സ്റ്റീലിൻ്റെ അങ്ങനത്തെ നമ്മുടെ നോർമലായിട്ടുള്ള പാത്രങ്ങളിൽ ഉണ്ടാക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും അലുമിനിയം പാത്രത്തിലാണ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഈ പ്രാവശ്യം അതിലാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു കൺസിസ്റ്റൻസി വന്നില്ല. അത് ഈ ബ്രാൻഡിൻ്റെ പ്രശ്നമായിരുന്നു. ഞാനിപ്പോഴാണ് ആ ബ്രാൻഡിൻ്റെ പേര് കാണുന്നത് കേട്ടോ. മലർ എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര്. ഡബിൾ റോസ്റ്റഡ് സൂചി റവയൊക്കെ തന്നെ, പക്ഷെ എന്താണെന്ന് അറിയില്ല. ശരിയായില്ല, ഇപ്രാവശ്യം ശരിയായില്ല. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ബീൻസും ക്യാരറ്റും തലേദിവസം തന്നെ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ നിന്ന് പോയി സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ടും ക്യാരറ്റിനൊക്കെ നല്ല അടിപൊളി ഷേപ്പും കളറൊക്കെ ആയിരിക്കും. സാധാരണ നമുക്ക് ഈ ലോക്കൽ ഷോപ്പിലൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് ചിലതൊക്കെ ചീഞ്ഞായിരിക്കും, ചിലത് നന്നായിരിക്കില്ല. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ, ഒരു ആഴ്ചയ്ക്ക് മേലെ നമുക്കിരിക്കും. അങ്ങനത്തെ ഐറ്റംസാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ബീൻസും ക്യാരറ്റും ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല കുത്തിയ മുളകിട്ടിട്ട് ബീൻസും ക്യാരറ്റും ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പുമാവ് എനിക്ക് പണ്ട് തീരെ ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഉപ്പുമാവ് ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കുകയില്ല. പക്ഷെ കല്യാണത്തിന് ശേഷം എനിക്ക് കുറേ ഐറ്റംസിനും കൂടി ഇഷ്ടമായി തുടങ്ങി. വെണ്ടയ്ക്ക, വഴുതനങ്ങ അതൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങി. അപ്പോൾ ഉപ്പുമാവ് കഴിക്കുകയാണെങ്കിൽ അത് കഴിക്കണമെങ്കിൽ എനിക്കതിന് കോമ്പിനേഷനായിട്ട് കടലക്കറി വേണം. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കുറച്ച് ചിക്കൻ മസാലയും മട്ടൻ മസാലയൊക്കെ ഇട്ടിട്ടുള്ള
കടലക്കറി വേണം. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ അത് കാരണമാണ് ഞാനിന്ന് കടലക്കറി തന്നെ ഉണ്ടാക്കിയത്. തലേദിവസം കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ ഉപ്പുമാവ് കഴിക്കില്ല, അപ്പോൾ അത് കാരണം ഞാനൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. സാധാരണ കടലക്കറിയാണ് ഉണ്ടാക്കിയത്. വറുത്തരച്ചിട്ടുള്ള കടലക്കറിയൊന്നുമല്ല. സാധാരണ നമ്മൾ കടല കുറച്ചെടുത്തിട്ട് അതൊന്ന് മിക്സിയിലടിച്ചിട്ട് ചേർത്തിട്ടുള്ള കടലക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയും വരും, നല്ലൊരു ഫ്ലേവറും വരും. അപ്പോൾ ഞാൻ ആ ഒരു കടലക്കറിയാണ് ട്രൈ ചെയ്തത് കേട്ടോ. ബീൻസും ക്യാരറ്റും വാങ്ങണതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ, പിന്നെ മത്തങ്ങ, കുമ്പളങ്ങ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും കറി പ്ലാൻ ചെയ്തിട്ടായിരിക്കും മേടിക്കാറ്. അപ്പോൾ പരിപ്പും കുമ്പളങ്ങയും ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പ്ലാൻ മാറ്റിയിട്ട് ഞാൻ പരിപ്പും തക്കാളിയും മുരിങ്ങക്കായാണ് വെച്ചത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ മുരിങ്ങക്കായ ഒരു 3 എണ്ണം 30 രൂപയ്ക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കറി തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പരിപ്പും മുരിങ്ങക്കായും തക്കാളി തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കറിക്ക് ഉണക്കമീൻ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ആലോചിച്ചത് ഇന്ന് രാമായണ മാസം സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നോണൊന്നും വേണ്ടാന്ന്, നാളത്തേക്ക് എങ്ങാനും അല്ലെങ്കിൽ വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു 7 മണിക്കായപ്പോഴേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുക. ചിലപ്പോൾ രണ്ടും കൂടി മിക്സപ്പ് ചെയ്ത് നോക്കും. എങ്ങനെയാണ് പെട്ടെന്ന് തീരെ എന്താണ് എന്ന് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് 7 മണിയായപ്പോഴേക്കും തീർന്നു. കാരണം എളുപ്പമുള്ള ഐറ്റംസ് ആയ കാരണം പെട്ടെന്ന് തന്നെ ഞാൻ 7 മണിക്ക് തീർത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആയിരുന്നു എല്ലാം. ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത കാരണം ഞാൻ പെട്ടെന്ന് എൻ്റെ പണികൾ തീർത്തു. ഡെയിലി ഹണ്ടിൽ എപ്പോഴും ഓരോ ന്യൂസുകൾ വരാറുണ്ട്. നാട്ടിൽ ഭയങ്കര മഴയാണ്, പിന്നെ 5 സംസ്ഥാനങ്ങൾക്ക് ഇന്നലെ മുടക്കായിരുന്നു എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും മഴ തന്നെയാണ്, കോയമ്പത്തൂരും മഴയാണ്. ഭയങ്കര മഴയില്ല, ചെറുതായിട്ട് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ മഴ പെയ്യും ചെറുതായിട്ട്. പക്ഷേ ചെറിയ മഴ പെയ്താലും ഇവിടെ ഭയങ്കര തണുപ്പാണ് കോയമ്പത്തൂർ, അതാണ് ഇവിടുത്തെ പ്രശ്നം. ചെറിയ മഴ പെയ്താൽ മതി, അങ്ങനെ അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് തണുക്കും. വെള്ളത്തിന് വരെ എന്താ പറയുക, നമ്മൾ ഭയങ്കര ഫ്രിഡ്ജിൽ വെച്ച ഐസ് വാട്ടർ പോലെയാണ്. കുളിക്കാനും പൊതുവെ മടിയായിരിക്കും എല്ലാവർക്കും. സ്കൂളിൽ പോകുന്നവർക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഇവിടെ അങ്ങനത്തെ ക്ലൈമറ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ രാത്രി ആവണ പോലെ ഒരു ഫീലിംഗ് വരും കേട്ടോ. ഒരു 6 മണിക്കാകുമ്പോഴേക്കും ഭയങ്കര ഇരുട്ടായിരിക്കും. പിന്നെ ഒരു 7 മണിക്കൊക്കെ കഴിയണം നല്ലൊരു ലൈറ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇവിടെ. അപ്പോൾ ഒരു 7:15 ആയപ്പോഴേക്കും ഞാൻ മൂത്ത ആളെ വിളിച്ചു. മഞ്ഞു എന്നാണ് ഞാൻ അവനെ വീട്ടിൽ വിളിക്കാറ് കേട്ടോ. അപ്പം ഞാൻ മഞ്ഞുവിനെ വിളിച്ച് അവനോട് കുളിക്കാൻ പറഞ്ഞു. ചെറിയ ആളെ ബവീനെ ഞാൻ സ്കൂളിലേക്ക് ഒരു 9:30 കൊണ്ടുവിട്ടാൽ മതി. അപ്പോൾ അവനെ ഞാൻ മഞ്ഞുവിനെ കൊണ്ടുവന്ന് വിട്ടിട്ടാണ് ഞാൻ ബവീനെ കൊണ്ടാക്കാറ്. അപ്പോൾ മഞ്ഞു തന്നെ കുളിച്ചോളും, കാര്യങ്ങൾ കുഴപ്പമില്ല. പക്ഷെ ചെറുതിനെ ഞാനൊന്ന് കുളിപ്പിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് കാരണം ഇവനെ കൊണ്ട് വിട്ടിട്ടേ ഞാൻ വന്നിട്ട് ചെറുതിൻ്റെ കാര്യങ്ങൾ നോക്കാറുള്ളൂ.
അപ്പോൾ ഒരു 7:15 അവൻ അവൻ്റെ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ കൊണ്ടുവിടാം. ഞാൻ തന്നെയാണ് ആക്കാറ്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ പിന്നെ നോക്കാം. ഒരുവിധം പണികളൊക്കെ ഒതുങ്ങി. ഇനി ഉപ്പേരി ഒന്ന് കുത്തി കാച്ചാനുണ്ട്, പിന്നെ കറിയിലേക്ക് നാളികേരം ഒഴിക്കാനുണ്ട്. അങ്ങനത്തെ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ ഇവൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് അടുത്ത് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് പരിപാടികൾക്ക് ഞാൻ പോവും. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുക. തലേദിവസം തന്നെ തേച്ച് വയ്ക്കാം, പക്ഷെ ഞാൻ രാവിലെ തന്നെ തേക്കാറുള്ളൂ. അപ്പോൾ അതിനൊരു 10 മിനിറ്റോളം അതിന് പോകും. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പണികളൊക്കെ അടുപ്പിക്കാറ്. ഇവിടെ ക്ലൈമറ്റ് കൂളായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പോവുക. കാരണം അത്രയും തണുപ്പായിരിക്കും. ഇരിക്കുമ്പോഴും അവർക്ക് അങ്ങനെ തണുക്കും. അത് കാരണം സ്വെറ്ററൊക്കെ ഇടിച്ചിട്ടാണ് എല്ലാവരും കുട്ടികളെ പറഞ്ഞയക്കാറ്. ഇപ്പം നെഞ്ചത്തേക്ക് നമുക്ക് തണുപ്പൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വണ്ടിയിൽ പോവുകയാണെങ്കിലും നമുക്ക് ഭയങ്കര കൂളായ കാരണം കാറ്റും കൂടി അടിക്കുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ അത് കാരണം എല്ലാ കുട്ടികളും ഇവിടെ സ്വെറ്ററും പിന്നെ ചെവിയൊക്കെ അടച്ച് വെച്ച് അങ്ങനെ ഭയങ്കര സേഫായിട്ടാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ക്ലൈമറ്റ് മാറുന്ന കാരണം അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. കുറേ പേർക്ക് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇവിടെയും. പിന്നെ കുട്ടികൾക്ക് ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ചൊരു നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു അമ്മൂമ്മ അവിടെ ഇരുന്ന് നെയ്യ് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ കുപ്പിക്ക് 200, ചെറിയ കുപ്പിക്ക് 100. അപ്പോൾ ഞാൻ ചെറിയ കുപ്പി മേടിച്ച് ട്രൈ ചെയ്ത് നോക്കി. എന്നോട് സ്മെല്ലൊക്കെ ചെയ്തിട്ട് എടുക്കാനാണ് പറഞ്ഞത്. സ്മെല്ല് ഇതൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല മണമായിരുന്നു. പിന്നെ അതിൻ്റെ കളർ കൺസിസ്റ്റൻസി നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചെറിയ ബോട്ടിൽ മേടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് മേടിക്കാമെന്ന്. കാരണം ഇവിടെ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഷുവറായിട്ടും നെയ്യ് വേണം. നെയ്യ് ദോശ അല്ലേ എന്ന് ചോദിക്കും. അത് കാരണം ഞാൻ നെയ്യ് ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയും കടലക്കറിയും ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് കാരണം കുഴപ്പമൊന്നുമില്ലാതെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ പോയി. ഇല്ലെങ്കിൽ അവന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പിന്നെ അവന് എന്തെങ്കിലും പറയും. പിന്നെ ഇഷ്ടമില്ല കഴിക്കാതൊക്കെ പോകാനുള്ള ചാൻസുകൾ കൂടുതൽ. ഇപ്രാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ ദോശ വേണ്ടെങ്കിൽ ഞാൻ പുട്ടുണ്ടാക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവന് ദോശ തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാ ജോലികളും 8 മണിയായപ്പോഴേക്കും തീർന്നു. അടുക്കള ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇവനെ രണ്ടുപേരും കൊണ്ടുവിട്ട് വന്നിട്ട് പിന്നെ റിലാക്സ് ചെയ്തിട്ട് പാത്രമൊക്കെ കഴുകി അടിച്ച് വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾ പോയാൽ തന്നെ നമുക്ക് പകുതി മുക്കാൽ പണിയും തീർന്നു. പിന്നെ പതുക്കെ ചെയ്താൽ മതി. രാവിലത്തെ ധൃതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ലഞ്ച് ഒന്ന് പാക്ക് ചെയ്യുക, പിന്നെ കൊണ്ടുപോയി വിടുക, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഫുഡിങ് ചില സമയത്ത് ഞാൻ ഇവൻ്റെ ഒപ്പം കഴിക്കും, ഇല്ലെങ്കിൽ ഇവനെ കൊണ്ടാക്കി വന്നിട്ട് അങ്ങനെ റിലാക്സ് ചെയ്ത് കഴിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഡിഷസും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ. ചില ദിവസങ്ങളിൽ ലെമൺ റൈസ് വേണമെന്ന് പറയും, പുളിസാദം വേണമെന്ന് പറയും. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി അടുത്തടുത്ത വീഡിയോസിൽ അതൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.